വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ രാവിലെ വരാനും എല്ലാരെയും ഇങ്ങനെ കാണാനും ഇങ്ങനെ ഒരു ദിവസം ഈ ഒരു മീറ്റിംഗിലേക്ക് അനുവദിച്ച എല്ലാ ലീഡേഴ്സിനും എന്നെ ക്ഷണിച്ച നൗഫൽ സാറിനും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. അപ്പോ ഞാൻ കുറെ പ്രാവശ്യം മീറ്റിംഗ് വന്നിട്ടുണ്ട്. ഒരുപാട് ലീഡേഴ്സിന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാലും കുറച്ച് പുതിയ കുറെ ആളുകൾ ഉണ്ടാവും, അവർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് ശ്രീധരൻ പള്ളിയത്ത് നിന്നാണ്. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയാണ് സ്വദേശം. ഇന്ന് MI ലൈഫ്സ്റ്റൈൽ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ 9 വർഷം പൂർത്തീകരിച്ചു. ആദ്യത്തെ 1 വർഷം 1.5 വർഷം പാർട്ട് ടൈം ആയിട്ടും ഇപ്പം 7 വർഷമായിട്ട് ഫുൾ ടൈം കരിയർ ആയിട്ടും ഈ ബിസിനസ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഈ പുതിയ ആളുകളോട് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ പുതിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസുകൾ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഇതിൽ കയറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട പണി നിങ്ങളെല്ലാം മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റണമെന്നതാണ്. പല ആളുകളെയും മുഖങ്ങളില്ല. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥികൾ വരുന്ന സമയത്ത് ആ വാതിൽ തുറന്നു കൊടുക്കുക, എന്നിട്ട് അവരെ മുഖം നോക്കി സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. കാരണം പുതിയ ആളുകൾ അത് ചെയ്യാത്തതിനെ കാരണം അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും അതിനെപ്പറ്റി മാത്രം പറയാം. കാരണം ഈ ബിസിനസ്സിന് പരിവർത്തനം എന്നാണ് പറയുന്നത്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റത്തിന് തയ്യാറാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വീട്ടിൽ നമ്മൾ ഒരാളെ വീട്ടിൽ പോയിട്ട് നമ്മളെ വീട്ടിൽ അവർ വാതിലടച്ചിട്ടാണ് നമ്മളെ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര സമയം അവിടെ നിൽക്കും? ഇനി അല്ലെങ്കിൽ അവർ വീണ്ടും വാതിലടച്ചിട്ടാണ് സംസാരിക്കുന്നത്, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ മീറ്റിംഗ് നമ്മൾ മുഖം കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ ഒരടുത്ത് വരുന്നത് പോലെ കാണണം. ഞാൻ ഇന്നത്തെ മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ ആളുകളും വീഡിയോ ഓണാക്കി കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്ന സമയത്ത് മാത്രമേ നിങ്ങളെ കൂടെ വരുന്ന ആളുകളും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്നല്ലെങ്കിൽ നാളെ തൊട്ട് വീഡിയോ ഓണാക്കി ഇത് കേൾക്കാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് പറയുന്നത്. അടുത്തത്, ഇതിപ്പം വർഷങ്ങളായിട്ട് ഇതുപോലെ ഒരു സൂം മീറ്റിംഗ് കൃത്യം 6 മണി ടു 7 മണി വരെ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ബിസിനസ്സിന് ചെയ്യാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും നമ്മൾക്ക് എന്ത് ചെയ്യണം, അഭിനന്ദിക്കുന്നുണ്ട്. കാരണം അത്രയും കൃത്യമായി ഉസ്താദിനെ പോലെയുള്ള എല്ലാ ലീഡേഴ്സും, ഒരുപാടല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലീഡേഴ്സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നത് 2015 2015 വരുന്ന സമയത്ത് ഇന്ന് ഈ സൂമിൽ ഒരുപാട് പ്രഗത്ഭന്മാരായ, എന്നെക്കാട്ടും ഒരുപാട് അച്ചീവ്മെന്റുകളും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ആളുകൾ കയറി ഇറങ്ങിപ്പോയൊരു മീറ്റാണ്. പക്ഷെ തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞങ്ങളൊന്നും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യമില്ല. പക്ഷെ അന്ന് പോലും ഞങ്ങൾ ഇത്രയും വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തത്. ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്ന പല ആളുകളും ലീഡേഴ്സ് ഒഴികെ അത്ര തുടക്കത്തിലത്തെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഞാൻ ഈ ബിസിനസ്സിൽ പ്രൊഡക്റ്റ് എടുക്കാൻ പോയത് മംഗലാപുരത്താണ്. ആദ്യം ട്രെയിനിങ് കേൾക്കാൻ പോയത് തൃശ്ശൂര്, എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ന് നമുക്ക് ഈ ബിസിനസ്സിലൂടെ പ്രഗത്ഭന്മാരായ വീക്കിലി 2,10,000 വാങ്ങിയ, അല്ലെങ്കിൽ മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളുകളെല്ലാം ട്രെയിനിങ് എടുക്കാൻ വരുന്നത് നമ്മളെ വീട്ടിന്റെ കിച്ചണിലും ഡൈനിങ് ഹാളിലാണ്. എന്നിട്ട് പോലും പ്രൊഡക്റ്റ് കിട്ടുന്നത് നമ്മളെ വീട്ടിനടുത്തുള്ള സ്ഥലങ്ങൾ. എന്നിട്ട് പോലും ആളുകൾ അത്ര സീരിയസ് ആയി, എല്ലാ ആളുകളല്ല, ഒരുപാട് ആൾ അതാ സീരിയസ് ആയിട്ട് കാണുന്നത്.
ആണ് ഇപ്പൊ ഈ ബിസിനസ് ചെയ്യാൻ സൗകര്യം കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ഒരു സിമ്പിൾ ബിസിനസ് ആയിട്ട് നിങ്ങൾ ആരും ഇതിനെ കാണല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയുടെ തലവര മാറ്റാൻ പറ്റുന്ന ബിസിനസ്. എന്റെ ജീവിതത്തിലെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ ബിസിനസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു സാധാരണ ഒരു കൂലിപ്പണിയിൽ നിന്നും വന്ന് ഇന്ന് ഇതുപോലെ നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരിക്കലും മൈ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് ഈ ബിസിനസ് വരുന്ന സമയത്തോ അല്ലെ വന്ന 1-2 വർഷം കഴിഞ്ഞ സമയത്തോ പ്രതീക്ഷിച്ചില്ല. അപ്പൊ കാരണം അത്രയും വലിയ അത്ഭുതങ്ങളായ മാറ്റങ്ങൾ ഈ ബിസിനസ്സിലൂടെ സംഭവിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നേരത്തെ വികേഷ് സാർ പറഞ്ഞിട്ടുണ്ട്, മാറ്റത്തിന് തയ്യാറായി എന്നല്ല, അല്ല ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായി. അപ്പൊ എന്നോട് വെല്ലൻ സാർ ചോദിച്ച ചോദ്യം, ആദ്യം ഞാൻ ബിസിനസ് ചെയ്ത സമയത്ത് എനിക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖല വളരെ വലുതാണെന്നും ഇതിൽ നാട്ടിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും അറിയാം. പക്ഷെ എനിക്കിത് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. പിന്നെ എൻ്റെ നാട്ടിലുള്ള പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, നിനക്കിത് പറ്റില്ല, ഇതെല്ലാം വലിയ വലിയ ലീഡർമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതെനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ലീഡർമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു ദിവസം എന്നോട്, ഞാൻ ഇതൊരു മീറ്റിംഗ് പോയ സമയത്ത് ആ മീറ്റിംഗ് നിന്നാണ് ഇതിന് മറുപടി കിട്ടിയത്. അവർ പറയുന്നത് ശരിയാണ്, ലീഡർമാർക്ക് മാത്രമേ വരുമാനം കിട്ടൂ. പക്ഷെ എന്ത് ചെയ്യണോ, നിങ്ങളും ലീഡറായാൽ മതി. ഇവിടെ ലീഡറാകാനുള്ള യോഗ്യത എന്താ? ഇവിടെ പിന്നെ വിദ്യാഭ്യാസ യോഗ്യത വേണോ, അല്ലെ പ്രായം ഉണ്ടോ, അല്ലെ സ്ത്രീ പുരുഷൻ എന്ന പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല. നമ്മൾ അവിടെ മാറ്റത്തിന് തയ്യാറാകുക. പരിവർത്തനം എന്ന് പറയുന്ന ഒരു മാറ്റം, ഒരു തൊഴിലാളിയിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനിലേക്കുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകുക. ആ മാറ്റത്തിന് തയ്യാറാകുന്ന സമയത്ത് ഓരോ വ്യക്തികൾക്കും, എല്ലാ ആളുകൾക്കും ആ മാറ്റത്തിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇവിടെ മാറാൻ വേണ്ടി നമ്മളങ്ങ് മാറിയാൽ മതി. വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ നമുക്ക് ലക്ഷങ്ങളോ അല്ലെ കോടികളോ മുടക്കാൻ ഉണ്ടായാൽ മാത്രമേ മാറാൻ പറ്റൂ. ഇവിടെ നമ്മൾക്ക് മാറാൻ വെച്ചാൽ നമ്മളൊന്നുമില്ല, നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ചിന്താഗതി മാറിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് എന്തൊക്കെയാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പണമാണോ, അത് കിട്ടും. പേഴ്സണാലിറ്റി ആണോ, അത് കിട്ടും. ബന്ധങ്ങളാണെങ്കിൽ കിട്ടും. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു കിട്ടും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ 435 ആളുകളാണുള്ളത്. ഈ 435 ആളുകളിൽ കുറെ ആളുകൾ ലീഡേഴ്സാണ്. ബാക്കി എല്ലാ ആളുകളോടും എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയും, നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാകുക. ചേഞ്ച്. ആദ്യം നമ്മളൊന്ന് മാറാൻ തയ്യാറാകുക. അങ്ങനെ നിങ്ങൾ തയ്യാറായാൽ ഒരു 2 വർഷം 3 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കും പറയാൻ പറ്റും. ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ എല്ലാ മീറ്റിങ്ങും പറയുന്നതാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് സാധാരണ നാട്ടിലെ കൂലിപ്പണിയാണ്. 650 രൂപ കൂലിപ്പണിയിൽ നിന്ന് ഒരു 100 രൂപ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി വന്നാളാ ഞാൻ. എനിക്കറിയാം, ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും. നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു സോപ്പ് വിറ്റാൽ 25 രൂപ കിട്ടും. ഒരു ടോയ്ലറ്റ് 25. ഈ 3 പ്രൊഡക്റ്റ് വിറ്റാൽ 100 രൂപ എക്സ്ട്രാ കിട്ടും. ഏതൊരു വ്യക്തിക്കും നടക്കുന്നതാണ് ഈ 3 പ്രൊഡക്റ്റ് കൊടുക്കാൻ. അങ്ങനെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നു. ആദ്യം വരുമാനങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പുതിയൊരു ഏത് മേഖല ചെയ്യുന്ന സമയത്തും അത് നമുക്കറിയാത്ത സമയത്ത് മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് കളിയാക്കലായിട്ട് തോന്നും. ശരിക്കും അതൊരു കളിയാക്കുന്നതല്ല.
അവർ നമ്മൾ പല ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് കളിയാക്കളായിട്ടാണ് തോന്നുക. അല്ല, നിനക്ക് 2,10,000 കിട്ടിയോ? നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഇന്ന് 2,10,000 കിട്ടുന്ന ബിസിനസ് ആണെന്ന് അവരോട് പറയുന്ന സമയത്ത് അവരത് വിശ്വസിച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ ചോദിക്കും, നിനക്ക് 2,10,000 കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അത് കളിയാക്കലല്ല, അത് നമ്മൾ അവരോട് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമ്മളോട് ചോദിക്കുന്നതാണ്. ഇനി നിനക്ക് കാറ് കിട്ടിയോ, അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ തുടക്കത്തിൽ ഇതെല്ലാം നമുക്ക് എനിക്കന്ന് കളിയാക്കലായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കളിയാക്കുന്നല്ല, അത് കിട്ടുമെന്ന് അവരോട് നമ്മൾ പറഞ്ഞത് കൊണ്ട് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടെങ്കിലും അത് സഹിച്ച് നാളെ എന്തായാലും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വരുത്തി ചെയ്ത സമയത്ത് ഇന്ന് എനിക്ക് എന്താ പറയാ, ഒരു 2015 ഓഗസ്റ്റിൽ 3,750 രൂപ തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് ടോട്ടൽ ടേൺ ഓവർ നിന്ന് 27 കോടിയിലേക്ക് എത്തി. ഒരു സാധാരണ ഒരു ചെറിയ ഒരു ബിസിനസ്സുകാരൻ, ഒരു ഏവറേജ് ബിസിനസ്സുകാരന്റെ ഇത്ര കോടികളൊന്നും ആകാൻ സാധ്യതയില്ല. ഒരു സാധാരണ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 10-25 വർഷം കൊണ്ട് ടോട്ടൽ ടേൺ ഓവർ 27 കോടികളൊന്നും ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് നടക്കുന്നതിനെക്കാട്ടും ബിസിനസ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കിട്ടുന്ന വരുമാനങ്ങൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ വരുമാനങ്ങളാണ്. അത് 450 കിട്ടി, പിന്നത്തെ വർഷം ഒരു വർഷം 12,000 കിട്ടി, പിന്നീട് അത് എന്തായി 60,000 ഓരോ വർഷവും മാറ്റങ്ങളായി. മൂന്നാമത്തെ 3,60,000 എത്തി. 4-ാമത്തെ വർഷം കമ്പനിയുടെ മാജിക് സീലിംഗ് അച്ചീവർ 2,10,000 കിട്ടി. ഇത് വായിക്കുന്ന 9ഓളം വ്യക്തികളിൽ നിന്ന് എന്റെ ഓർഗുമെന്റ് ടൂലും ഉണ്ട്. ഇനി ഏതാനും മാസങ്ങൾ കൊണ്ട് കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. അതുപോലെ ഒരുപാട് അംഗീകാരങ്ങൾ, ആദരവുകൾ, എനിക്കും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. എനിക്ക് ഒരുപാട് ആളുകൾക്ക് അംഗീകാരങ്ങളും ആദരവുകളും കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഒരു സാധാരണക്കാരനായ ആള് എപ്പോഴും നമുക്ക് ഇപ്പൊ എന്താ വിചാരിക്കുക, 60 വയസ്സായ പെൻഷൻ കിട്ടണം എന്നുള്ള അങ്ങനെ ആഗ്രഹിക്കുക. അവിടുന്ന് മാറി ഇന്ന് 34 മാസത്തോളമായി സർക്കാരിലേക്ക് ഓരോ മാസവും 1,50,000 മുകളിൽ ഓരോ മാസവും GST കൊടുക്കുന്ന ലെവലിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പുതിയ ആളുകളോട് പറയാണ്. അപ്പം വെറും ഒരു 650 രൂപ കൂലിപ്പണിയിൽ നിന്നും വന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, സ്വപ്നപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് സാധിച്ചത് ഒരിക്കലും എൻ്റെ ഒരു കഴിവല്ല. എനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ആദ്യം ഇതിൽ കടന്നു വന്നു. ഒരു തീരുമാനമൊന്നും അന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് തീരുമാനമെടുക്കാൻ എനിക്ക് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ, ഞാൻ കൃത്യമായ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തു. ട്രെയിനിങ്ങും പ്രോഗ്രാമിനും പങ്കെടുത്തത് കൊണ്ട് അതിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റി. ഒരു 5 വർഷം സാധാരണ വേറെ ഏത് മേഖല ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു 5 വർഷത്തെ ഒരു ട്രെയിനിങ് പീരീഡ് ഇതിനെന്ത് ചെയ്യുക, മാറ്റിവെക്കുക. അങ്ങനെ 5 വർഷം കൊണ്ട് ഈ ബിസിനസിനെ കുറിച്ച് ഒരു ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും, കംപ്ലീറ്റ് പഠിക്കാനും അത്ര പെട്ടെന്ന് പറ്റില്ല, ഏറെക്കുറെ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസോട് കൂടി ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ അത് ഏറ്റെടുക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വലിയ വിശ്വാസത്തോടെയും കോൺഫിഡൻസോട് കൂടി ഒന്നും ആയിരിക്കില്ല ഈ ബിസിനസ് നമ്മൾ ആളുകളോട് പറയാ. അതുകൊണ്ട് എനിക്ക് സംഭവിച്ചെന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ ഇന്ന് ഈ ബിസിനസ് ഈ മീറ്റിംഗിലേക്ക് എല്ലാ ലീഡേഴ്സും ക്ഷണിക്കാണ്ട് ഇന്ന് എന്നെ ഈ ബിസിനസ്സിലേക്ക് ഈ മീറ്റിംഗ് ക്ഷണിച്ചത് നമ്മുടെ ഗ്രേറ്റ് NDC ലീഡർ നൗഫൽ സാറാണ്. നൗഫൽ സാറ് ഈ ബിസിനസ്സിലേക്ക് എന്റെ കൂടെ കടന്നു വരുന്നത് 2018 മാർച്ചിലാണ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 ഓഗസ്റ്റിലാണ്. അപ്പം നൗഫൽ സാറി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്
3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നൗഫൽ സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നൗഫൽ സാറിന് അതിന്റെ മുമ്പ് പല പ്രാവശ്യം ഞാൻ ഫോണിലൂടെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ 2 വർഷം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് നൗഫൽ സാറിനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് നീ ചെയ്യുന്ന ജോലിയെക്കാട്ടും സാധ്യതയുള്ള ബിസിനസ്സാണ്, അതുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് 100% കോൺഫിഡൻസോട് കൂടി അദ്ദേഹത്തിന് പറയാൻ സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഗൾഫ് മേഖല നിർത്തിവെച്ച് ബിസിനസ് ചെയ്യാൻ കാരണം. അപ്പൊ ഇവിടെ നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വാസത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കണം. ഈ ബിസിനസ് ചെയ്യാൻ സിമ്പിൾ ആണോ? വലിയ പഠനമൊന്നും ഇല്ലാതെ ചെയ്യാം. നിങ്ങൾക്ക് പേസ്റ്റ്, സോപ്പ്, എണ്ണകൾ എല്ലാ ആളുകൾക്കും കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. പക്ഷെ കൂടുതൽ വരുമാനവും കൂടുതൽ കപ്പാസിറ്റിയുള്ള കൂടുതൽ നമ്മളെക്കാട്ടും കഴിവുള്ള ആളുകൾ നമ്മളെ കൂടെ വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാം ഇത് നന്നായിട്ടൊന്ന് പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, പഠിച്ച് ചെയ്യാതെ വിട്ടുപോകാൻ എളുപ്പമാണ്. ഈ ബിസിനസ് വിട്ടുപോകാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് ഞങ്ങളെ കൂടെ വിജയിച്ച ലീഡേഴ്സിന്റെ കൂടെ ഒന്ന് ഒട്ടിച്ചേർന്നാൽ മതി. അതിന് ചെയ്യേണ്ട വഴി, നിലവിൽ നമുക്കൊരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടിന് എന്ത് ചെയ്യാ, ഒന്ന് മാറ്റിവെച്ച് വിജയിച്ച ആളുകളായിട്ടൊന്ന് കൂട്ടുകൂടാൻ ശ്രമിക്കുക. കാരണം ഇത് സാധാരണക്കാരായപ്പോ എന്നെ സംബന്ധിച്ച് ഒരു കൂലിപ്പണിക്കാരനായ എനിക്ക് ആ കൂലിപ്പണി പോലുള്ള ആളുകളായിട്ടായിരിക്കും ബന്ധങ്ങൾ. അവരായിട്ടുള്ള അറിവുകളെ നമുക്കുണ്ടാകും. ഇവിടെ ആ അറിവ് പോരാ, ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്ന അറിവുകൾ വേണം. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള കൂട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ അവരുമായിട്ടുള്ള എന്ത് ചെയ്യുക, ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും ആളുകൾ എങ്ങനെ ക്ഷണിക്കണമെന്നും പ്രൊഡക്റ്റ് എങ്ങനെ കൊടുക്കണമെന്നും ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഇതിലെ വലിയ ബിസിനസ്സുകാരോടല്ല ഞാൻ സംസാരിക്കുന്നത്, പുതിയ തുടങ്ങിയ ആളുകളോടാണ്. അപ്പൊ ഇവിടെ ആ രീതിയിൽ നിരന്തരം ട്രെയിനിങ്ങുകളും എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കും. അപ്പൊ പറയുന്നത്, അപ്പൊ നമുക്ക് മാത്രമല്ല നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് ആ വിശ്വാസം പകരാനും അവരെ റാങ്ക് വർദ്ധിപ്പിക്കാനും അവരെ പെർഫോമറായിട്ട് മാറ്റാനും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് തയ്യാറാകുക ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ തയ്യാറായത് കൊണ്ടാണ് ഇതൊക്കെ എന്നെ ഇപ്പൊ എന്റെ പിന്നിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. എന്റെ ഇത് ഇപ്പൊ എന്താ പറയാ, 26ഓളം മെഗാ പ്രോഗ്രാം എന്ന് എന്നെ ആദരിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ചെറിയ സംഭവം എന്നല്ല. ഇപ്പൊ ഞാൻ ഓരോ പ്രോഗ്രാമെ സംബന്ധിച്ച് നമ്മൾ പോകുന്ന സമയത്തും അവിടെ നമ്മളെ അംഗീകാരങ്ങൾ അത് പണത്തിനെക്കാട്ടുള്ള എത്രയോ വലുതാണ്. അപ്പൊ ഈ ബിസിനസ്, MILHL ബിസിനസ് ഒരു അത്ഭുതകരമായ ബിസിനസ്സാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഈ ബിസിനസ്സിലേക്ക് ഇതിന്റെ MD ഉണ്ടല്ലോ, പ്രവീൺ കെ ചന്ദ്ര, അദ്ദേഹത്തിനെ നമ്മൾ ഏത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് നമ്മൾ ദൈവത്തിനെ പോലെ കാണുന്ന ഒരു വ്യക്തി ആണെന്നറിയോ. അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങുന്നത് അദ്ദേഹത്തിന് 1000 കോടികൾക്ക് മുകളിൽ നിലവിൽ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. 1000 കോടിക്ക് മുകളിൽ ആസ്തി ആർക്കുണ്ട്? പ്രവീൺ ജെ ചന്ദ്രന് ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ആശയത്തെ ഏറ്റെടുക്കുകയും ഇന്ന് എന്നെ പോലെയുള്ള ഒരുപാട് സാധാരണക്കാരന്റെ വീടുകളിലേക്ക് കോടികൾ വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെറും വേള പഞ്ചായത്തിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് എന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ MILHL മാനേജ്മെന്റ് എല്ലാ ബുധനാഴ്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബിഗ് സീറോയിൽ നിന്ന് വെറും 3750 രൂപ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഒരു 6 വർഷം 7 വർഷം കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ്സിന് കൂടെ നിന്ന് ലീഡേഴ്സ് എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു, കുറെയൊക്കെ എഴുതി പഠിച്ചു. ഇങ്ങനെ ചെയ്ത സമയത്ത് ഇപ്പൊ എനിക്ക് നോക്കുന്ന CTC എന്ന റാങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സൈറ്റിൽ നോക്കിയ സമയത്ത്
അപ്പോ 785 ആളുകളും എന്തുണ്ട്, എന്റെ റാങ്കിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഇപ്പൊ അപ്പൊ 700 ചില്ലാന ആളുകൾ CTC എന്ന റാങ്കിലുള്ള ആളുകൾ തന്നെ കോടീശ്വരന്മാരാക്കി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ മേലോട്ട് NDC അല്ല, പിന്നെ ITC, WTC വല്ല റാങ്കുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പം 10,000കണക്കിന് ആളുകളെ കോടീശ്വരന്മാരുടെ ആളുകളും 10,000കണക്കിന് ആളുകളെ ലക്ഷാധിപതികളും ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിൽ ആയിരങ്ങളും വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ ആഴ്ചയും വരുമാനം കൊടുക്കുന്ന വലിയൊരു അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. ഒരു സാമ്പത്തിക വിപ്ലവമാണ് നടക്കുന്നത്. ഇതിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് മനസ്സിലാക്കി. ഇതുപോലൊരു അവസരം നമുക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. പഠിച്ച ആളുകൾക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടാനില്ല. ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, സാധാരണക്കാരോട്, ഇത് നമുക്ക് ആരാ ഈ ബിസിനസ് തന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ അവസരം ആരാ തന്നത്? ഞാൻ പറയാ, ഇത് നമ്മൾ പള്ളിയിലോ ചർച്ചിലോ അമ്പലത്തിലോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ദൈവമേ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അവസരം, ഒരു നല്ല അവസരം തരണേ എന്ന് നിങ്ങൾ ഏതോ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അത് നിങ്ങൾക്ക് സത്യസന്ധമായ ആളുകളോട് സംസാരിക്കാൻ, ഒരാളെയും പറ്റിക്കാതെ, ഒരാളുകൾക്കും വേദനയില്ലാതെ അവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഇത് നമുക്ക് ദൈവം തന്നത്. അത് ചിലപ്പോൾ ഏതോ ഒരു വ്യക്തിയിലൂടെ നമുക്ക് തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട പണിയാണ്, ഇനി നിങ്ങൾ ചെയ്യേണ്ട പണി, നിങ്ങളെ ലീഡേഴ്സ് എന്തൊക്കെയാണോ ചെയ്യുന്നത്, ആ നിങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സ് ചെയ്യുന്നത് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ ചെയ്യുന്ന തന്നെ പറയണം. ഇതിൽ ഈ സൂമിൽ ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട്. 482 ആളുകളുണ്ട്. ഈ 482 ആളുകൾ സൂമിലുണ്ട്. പക്ഷെ ഈ 482 ആളുകൾ സൂം കേൾക്കുമ്പോഴല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഇതിൽ വീഡിയോ ഓണാക്കി ആരൊക്കെ ഇരിക്കുന്നു അതുപോലെ നിങ്ങൾ കേൾക്കണം. അതുപോലെ നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് സത്യസന്ധമായി സംസാരിക്കാൻ ചെയ്യണം. വെറുതെ തൽക്കാലം ഉടായ്പൊന്നും ചെയ്യരുത്. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾ ഒരു വാഗ്ദാനം നിങ്ങളെ ടീമിന് കൊടുക്കരുത്. ഞാൻ അത് ചെയ്തു തരും, ഞാൻ ഇത് ചെയ്തു തരും, ഞാൻ വൺ സൈഡ് നോക്കി തരും, ഞാൻ അങ്ങനെ ചെയ്തു തരും, ഇതൊന്നും പറയല്ലേ. നിങ്ങൾ എന്താണോ ചെയ്തത് അത് ഞാൻ നിന്നെ സഹായിച്ചു തരും. ഇല്ലെങ്കിൽ നാളെ അതൊരു തലവേദനയായിട്ട് വരും. നിങ്ങൾ ഒരാളോട് പറയാണ് നിന്റെ വൺ സൈഡ് ഞാൻ നോക്കിത്തരാം, പിന്നെ അവന്റെ ചിന്ത തീർത്തിതായിരിക്കും, ഇത് എന്റെ വൺ സൈഡ്. അടുത്തൊരു ചിന്ത, എനിക്ക് കിട്ടുന്ന ആളുകളെ കംപ്ലീറ്റ് നിനക്ക് ഞാൻ തരും. ഇങ്ങനെ വാഗ്ദാനം കൊടുക്കും. ഇവർക്ക് ചിലപ്പോൾ 1-2 ആഴ്ച ഒരാളെ കിട്ടില്ല, മറ്റുള്ള പാപങ്ങൾ ഇതും കാത്തിരിക്കും. അപ്പൊ ആവശ്യമില്ലാത്ത ഒരു വാഗ്ദാനം കൊടുക്കരുത്. ഞാൻ നിന്റെ ഈ MI ലൈഫ് എന്ന കമ്പനി ഇന്ത്യയിലെ നമ്പർ കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്, നമ്മളെ ടീം നല്ല ടീമാണ്. ആ ടീമിന്റെ കൂടെ നമ്മൾ ശക്തമായി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. പല ആളുകളും പല സ്ഥലങ്ങളിലും, നമ്മളെ ടീമല്ല പല ടീമുകളിലും പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് ഇപ്പൊ ചെയ്യാതെ കാണുന്നു. അവിടെ ആവശ്യമുള്ള, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, നമുക്ക് പറയുന്ന സത്യസന്ധമായിട്ട് മറ്റുള്ള ആളുകളെ നമുക്കൊരു വഞ്ചിക്കണം എന്ന് തോന്നാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. കാരണം ഈ അവസരം ഇങ്ങനെ പടർന്ന് കിടക്കുക. ഒരുപാട് കാലം ഈ ബിസിനസ് നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് അതൊന്ന് നിങ്ങൾ ചെയ്യുന്നതല്ല പറയുന്നത്, ഇനി നിങ്ങൾ വരുന്ന, കാരണം ഇതില് പല രീതിയിലുള്ള ആളുകളും കടന്നു വരും, പല ഉടായ്പുള്ള ആളുകളും കടന്നു വരും. അവരുടെ കാര്യം ചെയ്യും. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് അങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് ദൈവം തന്ന ഒരു സത്യസന്ധമായിട്ട് ആരെയും വേദനിപ്പിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റുക. ഇവിടെ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് അതിങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങളും നമ്മൾ ഒരുമിച്ച് തയ്യാറായാൽ ഇതിലും വലിയൊരു അത്ഭുതം വേറെയില്ല. കാരണം ഇതൊരു അത്ഭുത ബിസിനസ്സാണ്.
അപ്പോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുക. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇതിലും വലിയൊരു അവസരം വേറെ ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജോലി ആയാലും വേറെ ഏതെങ്കിലും ബിസിനസ് ആയാലും വിദേശ രാജ്യത്തും ആളുകൾ പോകുന്നുണ്ട്. അങ്ങനെ പലരും, കാരണം ഇതെന്റെ അനുഭവമാണ്. എന്റെ നാട്ടിൽ ഞാൻ ചെയ്യാത്ത വളരെ കുറഞ്ഞ ജോലികൾ മാത്രമേ ഉള്ളൂ. ആ ജോലിയിലേക്കാട്ട് എത്രയോ എളുപ്പമാണ് എന്ത് ചെയ്യാൻ ഇത് ചെയ്യാൻ. അതുപോലെ തന്നെ ഞാൻ 4ഓളം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് നാട്ടില്. ഫർണിച്ചർ ഷോപ്പ് നടത്തിയിട്ടുണ്ട്, റെഡിമെയ്ഡ് ഷോപ്പ് നടത്തിയിട്ടുണ്ട്, കരിങ്കൽ കോറ് നടത്തിയിട്ടുണ്ട്, ഓളോ ബിസിന്റെ പണി നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വിശദമായി ചെയ്യാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിനെല്ലാം ഞാൻ അത് ഷെയറായിട്ടും ഒറ്റയ്ക്കും നടത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം പൈസ മുടക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. വേറെ ഏത് മേഖല ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പണം മുടക്കണ്ടോ, പണം നഷ്ടപ്പെട്ടുവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ വലിയ പണം മുടക്കുന്നത്. അതുപോലെ വിദേശത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഞാൻ 3 വർഷത്തോളം വളരെ വളരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ എനിക്ക് എന്തില്ലായിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ ഞാൻ പൈസ മുടക്കിക്കൊണ്ടാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എന്റെ അനുഭവമാണ്. നാട്ടിൽ ഇതുപോലെ വേറൊരു എന്താ പറയാ, നാട്ടിലെ ജോലി ആയാലും ബിസിനസ് ആയാലും വിദേശത്തായാലും കുറച്ചാളുകൾ അവിടെ രക്ഷപ്പെടും. വിദേശത്തായ കുറച്ചാളുകൾ രക്ഷപ്പെടും, ബിസിനസ്സിലും കുറച്ചാളുകൾ രക്ഷപ്പെടും. കാരണം അവർക്ക് നല്ല ടാലന്റ് ഉള്ള, നല്ല കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ബിസിനസ് രക്ഷപ്പെടാൻ പറ്റൂ. എന്നാൽ മൈ ലൈഫ് അതല്ല. മൈ ലൈഫ് എല്ലാ ആളുകൾക്കും രക്ഷപ്പെടാം. ഇതെന്റെ അനുഭവമാണ്. കാരണം കുറെ മേഖലകളിൽ ഞാൻ പറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തൊട്ട് 42 വയസ്സ് വരെ പല രീതിയിലും പല അധ്വാനങ്ങൾ ചെയ്തിട്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ മൈ ലൈഫിൽ വരുന്ന സമയത്ത് വെൽലി സാർ എന്നോട് പറഞ്ഞത്, വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തു, എന്നാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ. അത് എനിക്ക് എന്തുകൊണ്ട് ഈ ബിസിനസ് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് മേഖല കാണുന്ന സമയത്തും എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ ആ മേഖലയിലെല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന വലിയൊരു മേഖലയാണ് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇന്ന് നിങ്ങൾ ഈ ബിസിനസ്സിനെ കണ്ട് ഈ ബിസിനസ് ചെയ്യരുത്, നാളുകളിലേക്കാണ്. 2015 ഈ ബിസിനസ്സിൽ ഞാൻ വരുന്ന സമയത്ത് വെറും 6 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് 150 കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നു. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്റെ നാട്ടിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ കുട്ടിയില്ല, വരുമാനം വാങ്ങിച്ച ആളുകളില്ല. ഇന്ന് കുറ്റ്യാടി ഏരിയയിൽ തന്നെ 4 or 5 ആളുകൾ വീക്കിലി 2,10,000 വാങ്ങുന്ന ആളുകളുണ്ട്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത്ഭുതങ്ങളായ റിസൾട്ട് ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾ. അപ്പൊ ഞാൻ 2015 കണ്ടിട്ടല്ല ഈ ബിസിനസ് വന്നത്. ഈ ബിസിനസ് നാളുകളിൽ ഇന്നതൊക്കെ ആകാൻ പോകുന്നു എന്ന് കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, 2 or 3 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക MI ലൈഫ് സ്റ്റൈലിന് വീക്കിലി 2,10,000 2,10,000 വാങ്ങുന്ന 10,000 കണക്കിന് ആളുകളെ കോഴിക്കോട് ജില്ലയിൽ കാണാൻ പറ്റും. അതിൽ ഒരാളായി ഇതിലിരിക്കുന്ന നിങ്ങൾ ഓരോ ആളുകളും മാറണം. ഇന്ന് കുറെ ആളുകൾ വീക്കിലി 2,10,000 ടച്ച് ചെയ്ത ആളുണ്ട്. ഇത് കുറെ പ്രാവശ്യം വാങ്ങിയത് ഞങ്ങൾ കുറച്ച് ലീഡേഴ്സ്, ഒരു 10ൽ കൂടുതൽ വാങ്ങിയ കുറച്ച് ലീഡേഴ്സ് മാത്രമേ ഇന്ന് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ബെല്ലി സാറെല്ലാം എല്ലാ സമയത്തും വായിച്ചുകൊണ്ടിരിക്കുക, ഷാജി സാർ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു 100% ഉറപ്പ്. 1 or 2 വർഷം കഴിയുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും, എല്ലാ ആഴ്ചയും 2,10,000 വാങ്ങുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് അത് കിട്ടും. അപ്പൊ നാളുകളിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 2 വർഷം കഴിഞ്ഞാൽ വീക്കിലി വലിയ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത
വരുമാനം വാങ്ങുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. 100% ഉറപ്പാണ്. 460 ആളുകളുണ്ട് ഇപ്പൊ. ഈ 460 ആളുകളും നിങ്ങൾ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വീക്കിലി 2,10,000 കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത് മനസ്സിൽ ആളുകളെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോ 1-2 വ്യക്തികളെ, കൂടുതൽ സമയമില്ല, നമുക്ക് സമയം ആയിക്കൊണ്ടിരിക്കുക, ഞാൻ കയറാൻ ലേശം സമയം എന്നാലും പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിൽ പോയി മീറ്റിംഗ് ആയിട്ടാ പോയത്. അവിടെ ഞാൻ കണ്ടത്, അവിടെ ഇതിലും കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടാണ് അവിടെ ആളുകൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ നടന്നതാ വെച്ചാൽ മീറ്റിംഗ് തുടങ്ങുന്നത് 7 മണിക്കാണ്. രാത്രി 7 മണിക്ക് തുടങ്ങി ഒരു 8 മണി 9 മണി ആളുകൾ എക്സ്പീരിയൻസ് പറഞ്ഞ്, അതിൽ അവിടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ പല ആളുകളും വീട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂം കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് വീടുകളിൽ പല ആളുകൾ ഇത് ശ്രദ്ധിക്കാറ് പോലില്ല. പക്ഷെ ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ, അവിടെയുള്ള ആള് എക്സ്പീരിയൻസ് പറയാൻ വരികയാണ്. അയാൾ പ്രൊഫഷണൽ ആളുകൾ, വേറെ നിലവിൽ തന്നെ വേറെ ഏതെല്ലോ പ്രൊഫഷണൽ കംപ്ലീറ്റ് ഓർമ്മിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, എന്റെ പെങ്ങൾ WTC ആണ്, എന്റെ ജ്യേഷ്ഠൻ GTC ആണ്, എന്റെ വേറെ ജ്യേഷ്ഠൻ GTC ആണ്. ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ അയാൾക്ക് ഒരു 1,30,30,35,00,000 താരം കിട്ടിയിട്ടുണ്ടാവും. GTC എന്ന് പറഞ്ഞ പെങ്ങക്ക്, GTC എന്ന് പറയുന്ന അല്ല WTC എന്ന് പറയുന്ന സമയത്ത് 35 കോടി, എന്നാലും ഒരു 4.5 കോടി വരുമാനം കിട്ടിയിട്ടുണ്ടാവും. 2 ജ്യേഷ്ഠന്മാർക്ക് GTC എന്ന് പറയുമ്പോൾ 75 കോടി പേരാക്കണം. അപ്പൊ ഒരു 9 കോടി. അപ്പൊ 9 18 കോടി, 22.5 കോടി, 23 കോടി 80 ലക്ഷം മാത്രം വെറും ഒരു 10-11 വർഷം കൊണ്ട്, കമ്പനിക്കാകെ 11 വർഷം, ഈ 11 വർഷം കൊണ്ട് ഒരു കുടുംബത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പാലക്കാട് മോഹന സാർ പറഞ്ഞത്, മോഹൻ സാറ് ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫാമിലിയിൽ അത്ഭുതങ്ങളാണ് പല ആളുകൾ, ഞാൻ പല പ്രോഗ്രാമും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഈ ബിസിനസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കണം. ഈ രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത്? അപ്പം കൂട്ടമായിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റിയ ഒരു വലിയ മേഖലയിൽ ദൈവം നമ്മളെ കൊണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ഉപയോഗിച്ച് എല്ലാ ആളുകളും നാളുകളിൽ, എന്താ പറയാ, നമ്മള് ഓണത്തെ പറ്റിയെല്ലാം പറയുന്നില്ലേ, എന്താണ്, നമുക്ക് ആർക്കും എല്ലാവരും ഒരുപോലെ അല്ലെ, അങ്ങനെ ആകാൻ പറ്റുന്ന നാളുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഈ ബിസിനസ്സിനെ വളരെ വളരെ സീരിയസോടെ സ്നേഹത്തോടെ, നിങ്ങളെല്ലാം നമ്മളെ ലീഡേഴ്സിനെല്ലാം സ്നേഹിക്കുന്നത് കണ്ടില്ലേ, ആത്മാർത്ഥതയോടെ സ്നേഹിച്ച് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് 100% ഉറപ്പിക്കുക. അതിന് നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാകും. നമ്മുടെ ജീവനുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച നൗഫൽ സാറിനും നമ്മളെ എല്ലാ ലീഡേഴ്സിനും, അതുപോലെ MC കൈകാര്യം ചെയ്യുന്ന സുരേഷ് സാറിനും എല്ലാവർക്കും കൃത്യമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, നന്ദി അറിയിച്ചുകൊണ്ട്, നാളുകളിൽ നമ്മളെല്ലാം വിജയിച്ച് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Recording stopped.